നമ്മൾ ട്രാൻസ്വേഴ്സ് വേവിൻ്റെ വെലോസിറ്റി കണ്ടു. ഇനി നമ്മൾക്ക് വേണ്ടത് ലോഞ്ചിറ്റ്യൂഡിനൽ വേവിൻ്റെ വെലോസിറ്റിയാണ്. ഇതിൽ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എന്ന് പറഞ്ഞാൽ നമ്മളത് മിക്കവാറും സൗണ്ട് വേവ്സ് ആണ് പഠിക്കുന്നത്. സൗണ്ട് വേവ്സിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ലോഞ്ചിറ്റ്യൂഡിനൽ വേവാണ്, മെക്കാനിക്കൽ വേവാണെന്നൊക്കെ നമുക്കറിയാം. നമ്മൾ ഈ കാര്യങ്ങളൊന്ന് ഓർത്ത് വെക്കണം. സൗണ്ട് വേവ്സ് എന്ന് പറയുന്നത് മെക്കാനിക്കൽ വേവ്സ് ആണ്. മെക്കാനിക്കൽ വേവ് എന്ന് പറയുമ്പോൾ അത് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ മീഡിയം ആവശ്യമാണ്. അടുത്തത് ഇതൊരു ലോഞ്ചിറ്റ്യൂഡിനൽ വേവാണ്. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എന്ന് പറയുമ്പോൾ അതിൻ്റെ വൈബ്രേഷൻ പാരലൽ ടു ദ പ്രൊപ്പഗേഷൻ ഓഫ് ദ വേവ് ആണ്. അപ്പോൾ മെക്കാനിക്കൽ വേവ് ആണ്, അതേപോലെ തന്നെ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണ് വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ വെലോസിറ്റി എങ്ങനെ കാണാമെന്ന് നോക്കാം. ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ വേവിൻ്റെ വെലോസിറ്റിയുടെ ഇക്വേഷൻ വരുന്നത് √E/ρ എന്നാണ്. √E/ρ എന്ന് പറഞ്ഞാൽ E മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആണ്. റോ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഓഫ് ദ മീഡിയം ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സൗണ്ട് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് എയറിലൂടെ ആണെങ്കിൽ നമുക്ക് ആ എയറിലൂടെ പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോഴുള്ള വെലോസിറ്റി കാണണം. അപ്പോൾ ആ എയറിലൂടെ നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ രണ്ട് തിരുത്തുകൾ കണ്ടിരുന്നു. ഒന്ന് ന്യൂട്ടൺസ് ഫോർമുല കണ്ടിരുന്നു, അതേപോലെ തന്നെ ലാപ്ലേസും കണ്ടിരുന്നു. ന്യൂട്ടനെ സംബന്ധിച്ചിടത്തോളം സൗണ്ടിൻ്റെ പ്രൊപ്പഗേഷൻ ഐസോതെർമൽ ആണെന്ന് പറഞ്ഞു. അത് തെറ്റായി വന്നപ്പോഴാണ്, എക്സ്പെരിമെൻ്റൽ വാല്യൂമായിട്ട് കറക്റ്റ് ആവാതെ വന്നപ്പോഴാണ് ലാപ്ലേസ് അതിനെ തിരുത്തിയിട്ട് അത് ഐസോതെർമൽ അല്ല അഡിയബാറ്റിക് ആണെന്ന് തിരുത്തിയത്. അപ്പോൾ ആ ഇക്വേഷനിൽ വരുന്ന മാറ്റം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ എയറിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വേണ്ടത് ബൾക്ക് മോഡുലസ് ആണ്, മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. അപ്പോൾ ന്യൂട്ടൺ ഉപയോഗിച്ചത് ഐസോതെർമൽ ബൾക്ക് മോഡുലസും ലാപ്ലേസ് ഉപയോഗിച്ചത് അഡിയബാറ്റിക് ബൾക്ക് മോഡുലസുമാണ്. ഈ ഐസോതെർമൽ ബൾക്ക് മോഡുലസ് എന്ന് പറഞ്ഞാൽ പ്രഷർ ഓഫ് ദ ഗ്യാസ് ആണ്. അഡിയബാറ്റിക് ബൾക്ക് മോഡുലസ് എന്ന് പറഞ്ഞാൽ ഗാമ ടൈംസ് ദ പ്രഷർ ഓഫ് ദ ഗ്യാസ് ആണ് എന്ന് നമ്മൾ തെർമോഡൈനാമിക്സിൽ കണ്ടതാണ്. അപ്പോൾ ന്യൂട്ടൺ ഉപയോഗിച്ചത് പ്രഷർ പി മാത്രമായിരുന്നു ഇതിൻ്റെ അവിടെ, ലാപ്ലേസ് ഉപയോഗിച്ചത് ഗാമ പി ആയിരുന്നു. അങ്ങനെ ആ പി ഉപയോഗിച്ചപ്പോൾ വെലോസിറ്റി കിട്ടിയിരുന്നത്, ന്യൂട്ടണ് കിട്ടിയത് ഏകദേശം 284 മീറ്റർ/സെക്കൻഡ് ആണ്. ഇത് ലാപ്ലേസ് ഗാമ പി കൊടുത്തപ്പോൾ ആ വെലോസിറ്റി വന്നത് 332 മീറ്റർ/സെക്കൻഡ് ആണ് ഏകദേശം വന്നത്. അപ്പോൾ ഇതാണ് ഇനി നമ്മൾ പരീക്ഷിക്കാൻ പോണത്. അപ്പോൾ ആ തെറ്റായ ന്യൂട്ടന്റെ ഫോർമുല ഇനി നമ്മളിവിടെ നോക്കണില്ല. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഇനി വെലോസിറ്റിയുടെ ഇക്വേഷൻസ് വരിക എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ലാപ്ലേസിൻ്റെ ഇക്വേഷനാണ് പോകുന്നത്. ലാപ്ലേസിൻ്റെ ഇക്വേഷൻ പ്രകാരം വെലോസിറ്റി ഈക്വൽ ടു നമുക്ക് ഈൻ്റെ അവിടെ ഗാമ P/ρ എന്ന് കൊടുക്കാം. നമ്മൾ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമുക്കിത് എന്ത് ചെയ്യാന്നറിയോ, P/ρനെ RT/m എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് അടുത്തൊരു ഇക്വേഷൻ കിട്ടും, √Γ/RT/m ആണ് വരിക. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഓരോ ടേമുകളും എത്രയാണെന്നറിയണം. ആദ്യം എയറിനെ സംബന്ധിച്ചിടത്തോളം ഗാമ എയർ എന്ന് പറയുന്നത് ഡയാറ്റമിക് ആണ്. എയർ ഡയാറ്റമിക് ആണ്, കാരണം അതിൽ ഏറ്റവും കൂടുതലുള്ളത് നൈട്രജനാണ്, N2. പിന്നെ ഏറ്റവും കൂടുതലുള്ളത് O2 ആണ്. ഒരു സിംഹഭാഗവും ഡയാറ്റമിക് മോളിക്യൂൾസ് ആയതുകൊണ്ട് എയറിനെ നമ്മൾ ഡയാറ്റമിക് ഗണത്തിലാണ് പെടുത്തുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് 7/5 ആണ് നമ്മുടെ ഡയാറ്റമിക്കിൻ്റെ ഇത് വരിക. അതോടൊപ്പം തന്നെ നമുക്കൊരു കാര്യം കൂടെ ഓർത്തു വെക്കാമാണെങ്കിൽ, വേറെ ചില ഗ്യാസുകൾ, ഇപ്പം നമുക്ക്
ഹീലിയം ഗ്യാസ് ഉണ്ട് എന്ന് കരുതുക, അതിലൂടെയാണ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ അപ്പം നമ്മൾ ആ ഗാമയിൽ മാറ്റം വരും. അപ്പോൾ ആ ഗ്യാസിൻ്റെ നേച്ചർ അനുസരിച്ചിട്ട് എന്ത് ചെയ്യും, ഈ ഗാമ മാറും എന്നുള്ളത് നമ്മൾ ഓർക്കണം. അപ്പോൾ ഹീലിയത്തിലെ വെലോസിറ്റി ആവില്ല ഹൈഡ്രജനിൽ. അതിന് 2-3 കാരണങ്ങളാണ്. ഒന്ന് ഗാമയിലെ മാറ്റം, ഒന്ന് എമ്മിലെ മാറ്റം, അങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട്. അപ്പോൾ ആ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും. വെലോസിറ്റി ഓഫ് സൗണ്ട് ഡിപ്പെൻഡ്സ് ഓൺ നേച്ചർ ഓഫ് ഗ്യാസ്. നേച്ചർ ഓഫ് ഗ്യാസ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്, ഗാമയിലെ മാറ്റമാണ്. ഇനി നമുക്ക് അടുത്ത ഒരു കാര്യം നോക്കാം. ഇപ്പോൾ സാധാരണ രീതിയിൽ ഇതിലെ പി പ്രഷർ, നമ്മൾ സാധാരണ രീതിയിൽ ഇവിടെ നോർമൽ പ്രഷർ എന്ന് പറയുന്നത് എയറിൻ്റെ പ്രഷർ, നമ്മൾ എയർ ആണ് ആദ്യം എല്ലാം നോക്കുന്നത്. 1 atm ആണ്. 1 atm അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ SI യൂണിറ്റിൽ കൊടുക്കുകയാണെങ്കിൽ 1.013 × 10⁵ പാസ്കൽ എന്ന് കൊടുക്കണം. അപ്പോൾ ഇതാണ് പ്രഷറിൻ്റെ അവിടെ ശരിക്കും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. എയറിനെ സംബന്ധിച്ചിടത്തോളം ഇനി നമുക്ക് ഡെൻസിറ്റി എത്രയാണെന്ന് നോക്കാം. എയറിൻ്റെ ഡെൻസിറ്റി വരുന്നത് 1.3 kg/m3 ആണ്. അവിടെ നോക്കി നോക്കൂ, അത് SI യൂണിറ്റിലാണോ ആണ്. അപ്പോൾ 1.3 kg/m3 ആണ് എയറിൻ്റെ ഡെൻസിറ്റി വരിക. ഇനി നമ്മൾക്ക് അടുത്തത് വരുന്നത് ടെമ്പറേച്ചറാണ്. അപ്പോൾ ടെമ്പറേച്ചർ വരാം, അതൊക്കെ ഓരോന്ന് മാറി വരാം ടെമ്പറേച്ചർ. അപ്പോൾ നോർമൽ ടെമ്പറേച്ചർ ആണെങ്കിൽ ഇപ്പോൾ നമുക്ക് 27°C ആ രീതിയിൽ കൊടുക്കാം. മോളാർ മാസ് ഓഫ് എയർ എന്ന് പറയുന്നത് നൈട്രജൻ്റെയും ഓക്സിജൻ്റെയും ആവറേജ് എടുക്കണം. നൈട്രജൻ എന്ന് പറയുമ്പോൾ 28ഉം ഓക്സിജൻ എന്ന് പറയുമ്പോൾ 32 ആണ്. അപ്പോൾ അതിൻ്റെ ആവറേജിൽ നൈട്രജനോട് അടുത്ത വാല്യൂ 29.2 ഗ്രാമാണ്. അത് കിലോഗ്രാമിലാക്കി മാറ്റണം. ഇങ്ങനെ നമ്മൾ ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് സാധാരണ നോർമൽ ടെമ്പറേച്ചറിൽ സൗണ്ടിൻ്റെ വാല്യൂ കിട്ടുന്നത് 332 m/s ആണ്. ഇനി നമുക്ക് ഇതിൽ ഓരോരുത്തരുടെയും ഡിപ്പെൻഡൻസ് നോക്കാം. ആദ്യത്തെ ഡിപ്പെൻഡൻസ് എന്ന് പറയുന്നത് നമ്മൾ RMS വെലോസിറ്റി പറഞ്ഞ സമയത്ത് പറഞ്ഞിരുന്ന അതേ കാര്യമാണ് ആദ്യം നോക്കുന്നത് കേട്ടോ. ഈ ഇക്വേഷനിൽ പ്രഷറിനെ ഡിപ്പെൻഡ് ചെയ്യുമോ എന്നുള്ളതാണ്. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണോ ഇൻഡിപെൻഡന്റ് ഓഫ് പ്രഷർ ആയിരിക്കും. അപ്പോൾ നോക്കൂ, ടെമ്പറേച്ചർ, ആ ഒരു കാര്യം നന്നായിട്ട് ശ്രദ്ധിക്കണം. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ, അപ്പോൾ പ്രഷർ മാറി എന്നുള്ള ചോദ്യം വരുമ്പോൾ ടെമ്പറേച്ചർ മാറിയിരിക്കണമെന്ന് അൾട്ടിമേറ്റ് ആയിട്ട് നോക്കിയാൽ മതി. അപ്പോൾ നമ്മൾക്ക് അതിൻ്റെ ഉത്തരങ്ങൾ കിട്ടും. അപ്പോൾ നമ്മളിത് എഴുതുന്നത് നോക്കാം. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ വെലോസിറ്റി ഓഫ് സൗണ്ട് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് പ്രഷർ ആണ്. കാരണം പ്രഷർ കൂടുമ്പോൾ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയാലും ഇത് ടോട്ടൽ കോൺസ്റ്റന്റ് ആവും. അപ്പോൾ ഈ പ്രഷർ കൂടുമ്പോൾ അതിനനുസരിച്ച് ആരും കൂടും, ഡെൻസിറ്റിയും കൂടും. അപ്പോൾ ആ ഒരു കാര്യം ആദ്യം തന്നെ മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് വെലോസിറ്റിയുടെ ഇക്വേഷൻ നമുക്ക് എപ്പോഴും രണ്ടാമത്തെ ഈ ഇക്വേഷൻ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ടെമ്പറേച്ചർ മാറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആദ്യം തന്നെ അത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ആ ഒരു ഡിപ്പെൻഡൻസ് നമ്മൾ പറയുകയാണെങ്കിൽ നോക്കും. ഇപ്പോൾ ഗാമ കോൺസ്റ്റൻ്റ് ആണ്, ഗാമ മാറുന്നില്ല എന്ന് നമ്മൾക്ക് ക്വസ്റ്റ്യൻ മനസ്സിലായി. അതേപോലെ തന്നെ ആ ഗ്യാസ് മാറിയിട്ടില്ലെങ്കിൽ അതിൻ്റെ മോളാർ മാസും എന്താണ്, കോൺസ്റ്റൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വെലോസിറ്റി ഓഫ് സൗണ്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു √T എന്ന് പറയാം. അല്ലെങ്കിൽ V1/V2 = √T1/T2 എന്ന് പറയാം. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, ടെമ്പറേച്ചർ ഷുഡ് ബി ഇൻ കെൽവിൻ. കെൽവിനിലേക്ക് കൊടുക്കാം. ഡിഗ്രി സെൽഷ്യസ് വെച്ചിട്ട് നമ്മളത് ഡിവൈഡ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഇതാണ് ടെമ്പറേച്ചർ മാത്രമേ മാറുന്നുള്ളെങ്കിൽ. അതല്ല, മോളാർ മാസ് ഗ്യാസ് മാറിയെന്ന് കരുതുക. ആ സമയത്ത് V1/V2 =
T1 by T2 into മോളാർ മാസ് M2 by M1 വരും. അപ്പോൾ ഗാമ സെയിം ആണ്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹൈഡ്രജനും നൈട്രജനും H2N2 ഡയാറ്റമിക്കാണ്. അപ്പോൾ നമുക്ക് അവിടെ ഗാമൻ്റെ ആവശ്യമില്ല. ഇനി ചിലപ്പോൾ ഹീലിയം ഹൈഡ്രജനും ആണെങ്കിൽ അപ്പോൾ ആ V1 by V2 ഈക്വൽ ടു റൂട്ട് ഗാമ 1 by ഗാമ 2 ഇൻറ്റു T1 by T2 ഇൻറ്റു M2 by M1 എന്ന് കൊടുക്കേണ്ടി വരും. ഈ 3 ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ പരീക്ഷിക്കുന്ന ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ ഓരോന്നും ചെക്ക് ചെയ്യണം നമ്മൾ. ടെമ്പറേച്ചർ മാത്രം മതിയോ, മോളാർ മാസും കൂടെ എടുക്കണോ, എല്ലാതും എടുക്കണോ എന്ന് നോക്കിയിട്ട് ക്വസ്റ്റ്യന് നമ്മളത് മനസ്സിലാക്കി വെക്കണം. ഇനി നമുക്ക് ഈ ടെമ്പറേച്ചറിൻ്റെ ഒരു കാര്യം കൂടെ നമുക്ക് അറിയണം. ടെമ്പറേച്ചർ വളരെ അധികം കൂടിയിട്ടില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളോട് പറഞ്ഞു 300 കെൽവിൻ ഉള്ളത് 600 കെൽവിനായി എന്നൊക്കെ പറയുമ്പോൾ അത് വളരെ വലുതാണ്. പക്ഷേ ആ ടെമ്പറേച്ചർ കൂടിയത് വളരെ ചെറുതാണെങ്കിൽ എന്ന് പറഞ്ഞാൽ 1 ഡിഗ്രി സെൽഷ്യസ് 2 ഡിഗ്രി സെൽഷ്യസ് എന്നിങ്ങനെയാണെങ്കിൽ ഫോർ എവരി 1 ഡിഗ്രി റൈസ് ഇൻ ടെമ്പറേച്ചർ ഓരോ ഡിഗ്രി സെൽഷ്യസിനും വെലോസിറ്റിയിൽ വരുന്ന മാറ്റം 0.6 മീറ്റർ പെർ സെക്കൻഡ് ആണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് 27 ഡിഗ്രി സെൽഷ്യസിൽ 330 മീറ്റർ പെർ സെക്കൻഡ് ആണ് എന്ന് കരുതുക. അപ്പോൾ 28 ഡിഗ്രി സെൽഷ്യസിൽ 0.6 കൂടും, 330.6 മീറ്റർ പെർ സെക്കൻഡ് ആവും. അപ്പോൾ 29 ഡിഗ്രി സെൽഷ്യസിൽ 330 1.2 മീറ്റർ പെർ സെക്കൻഡ് ആവും. 30 ഡിഗ്രി സെൽഷ്യസിൽ 331.8 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് മാറും. ഓരോ ഡിഗ്രി സെൽഷ്യസിലും കൂടുന്നത് എത്രയായിരിക്കും? 0.6 മീറ്റർ പെർ സെക്കൻഡ് വെച്ചിട്ട് കൂടിക്കൊണ്ടിരിക്കും. ഇത് ചിലപ്പോൾ നമുക്ക് ചെറിയ ടെമ്പറേച്ചർ റൈസ് ആണ്, 27 30 എന്നൊക്കെ പറഞ്ഞാൽ ഈ രീതിയിൽ ചെയ്താൽ മതി. വലിയ ടെമ്പറേച്ചറിൽ ഇൻക്രിമെന്റ് വരുമ്പോൾ റൂട്ട് T1 by T2 വെച്ച് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ആൻസറുകൾ കണ്ടുപിടിച്ചാലേ കറക്റ്റ് ആൻസർ കിട്ടുള്ളൂ. ഇനി നമുക്ക് അറിയാനുള്ളത് ഇതാണ്. ഹ്യൂമിഡിറ്റി, എഫക്റ്റ് ഓഫ് ഹ്യൂമിഡിറ്റി. വെറ്റ് എയറും ഡ്രൈ എയറും ആണെങ്കിൽ ഇപ്പോൾ നമുക്ക് വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ ഡ്രൈ എയർ ഗ്രേറ്റർ ദാൻ വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ വെറ്റ് എയർ ആണ് വരിക. അപ്പോൾ നമ്മൾ ഡ്രൈ എയർ ആണെങ്കിൽ വെലോസിറ്റി ഓഫ് സൗണ്ട് എന്ത് ചെയ്യും? കൂടും. ഇതാണ് ഹ്യൂമിഡിറ്റിയുമായി ബന്ധപ്പെട്ട് വരുന്ന വെലോസിറ്റിയുടെ റിലേഷൻ വരുന്നത്. നമ്മൾ വെലോസിറ്റി ഓഫ് സൗണ്ടിനെ കുറിച്ചിട്ട് ഇത്രയും കാര്യങ്ങളാണ് അറിഞ്ഞിരിക്കേണ്ടത്. ഇനി നമ്മൾ മറ്റൊരു കാര്യം ഇതിൽ ചെക്ക് ചെയ്യുന്നത് ഇതാണ്. ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് വിൻഡ് ഉണ്ട് എന്ന് കരുതുക. അപ്പോൾ ആ വിൻഡിൻ്റെ ഒരു എഫക്റ്റ് അവിടെ വന്നാൽ ഇങ്ങനെയാണ് വെലോസിറ്റി ഓഫ് സൗണ്ട് എങ്കിൽ സൗണ്ട് അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, ഇങ്ങോട്ടാണ് വിൻഡിൻ്റെ വെലോസിറ്റി എങ്കിൽ ആ സമയത്ത് നെറ്റ് വെലോസിറ്റി വരിക സൗണ്ടിൻ്റെ വെലോസിറ്റി പ്ലസ് വിൻഡിൻ്റെ വെലോസിറ്റി ആണ്. ഓപ്പോസിറ്റ് ആണെങ്കിൽ മൈനസ് വരും. ഇൻക്ലൈൻഡ് ആണെങ്കിൽ ഇപ്പോൾ നോക്കൂ, ഇങ്ങനെയാണ് വി വിൻഡ് എങ്കിൽ ഇങ്ങോട്ടൊരു തീറ്റ ഉണ്ടെങ്കിൽ ഇതാണ് വി വിൻഡ് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഇത് വി വിൻഡ് കോസ് തീറ്റ ആവും. ഇതും ഇതും കൂടെ കൂട്ടണം. അപ്പോൾ വി സൗണ്ട് പ്ലസ് വി വിൻഡ് കോസ് തീറ്റ എന്നാണ് വരിക. അപ്പോൾ നോക്കൂ, ഇതാണ് എഫക്റ്റ് ഓഫ് മീഡിയം. ആ മീഡിയം മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അഥവാ വിൻഡ് പോകുന്നുണ്ടെങ്കിൽ സൗണ്ടിൻ്റെ വെലോസിറ്റിയിൽ വരുന്ന മാറ്റം ഇതാണ്. ഇനി നമുക്ക് ഇതിൽ അറിയേണ്ടത് പ്രഷർ വേരിയേഷനാണ്. നമുക്കറിയാം സൗണ്ട് എന്ന് പറയുന്നത് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണ്. ആ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എന്ന് പറഞ്ഞാൽ സൗണ്ട് പോവുന്ന ഒരു സിലിണ്ടർ ഞാൻ കൺസിഡർ ചെയ്താൽ ഒരു സിലിണ്ടറിക്കൽ വോള്യൂം ഓഫ് എയർ ത്രൂ വിച്ച് സൗണ്ട് ഈസ് പ്രൊപ്പഗേറ്റിംഗ്.
അങ്ങനത്തെ ഒരു സിലിണ്ടർ നമ്മൾ കൺസിഡർ ചെയ്താൽ ഒരു എക്സ് ഡിസ്റ്റൻസ് അകലെ ഞാനിതാ ഇവിടെ ഒരു ഡി എക്സ് ലെങ്ത് ഉള്ള മറ്റൊരു സിലിണ്ടർ കൺസിഡർ ചെയ്തു. ഇത് ഡി എക്സ് ആണ്. അപ്പൊ സൗണ്ടിന്റെ പ്രൊപ്പഗേഷൻ നോക്കൂ. ഇത് ലോഞ്ചിറ്റ്യൂഡിനലാണ്. ഇങ്ങനെയാണ് കംപ്രഷനും റയറിഫാക്ഷനും വരിക. ഇങ്ങനെയുള്ള ഒരു എയർ ഒരു ഇത്ര ഭാഗം ഒരു dy ഇത് കംപ്രസ്ഡ് ആയി എന്ന് കരുതുക. ഒരു dy കംപ്രസ്ഡ് ആയാൽ ഇതിന്റെ ഏരിയ എ ആണെങ്കിൽ ഇതിന്റെ ഇനീഷ്യൽ വോള്യം എത്രയാണ്? വി എന്ന് പറയുന്നത് വോള്യം ആണത് എ ഇൻറ്റു ഡി എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടായ വോള്യം ചേഞ്ച് എത്രയാ? ഡെൽറ്റ വി എന്ന് പറയുന്നത് എ ഇൻറ്റു ഡി വൈ ആണ്. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ വി ബൈ വി ഈക്വൽ ടു ഇത് ഡിവൈഡ് ചെയ്താൽ ഡി വൈ ബൈ ഡി എക്സ് എന്ന് കിട്ടും നിങ്ങൾക്ക്. അത് വോള്യം സ്ട്രെയിൻ ആണ്. ഡി വൈ ബൈ ഡി എക്സ് ആരായിരിക്കും? വോള്യം സ്ട്രെയിൻ ആണ്. നന്നായി ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് പാർട്ടിക്കിളിന്റെ ഡിസ്പ്ലേസ്മെന്റും പ്രഷർ വേരിയേഷനുമാണ്. അപ്പോൾ നമ്മൾ ഈ എയറിലെ നമ്മൾ സൗണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ മോളിക്യൂൾസ് ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്ത് പോകും. അപ്പോൾ ആ മോളിക്യൂൾസിന് ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്. അല്ലെങ്കിൽ പ്രഷറിന്റെ വേരിയേഷനും നമുക്ക് വേവിന്റെ ഇക്വേഷൻ ആയിട്ട് പറയാം. അപ്പോൾ ഞാൻ പറയുന്നത് ഇതാണ്, എനിക്ക് കിട്ടേണ്ടത് ആ എയർ മോളിക്യൂൾസിന്റെ ഡിസ്പ്ലേസ്മെന്റിന്റെ ഇക്വേഷൻ വെച്ചിട്ട് വേവിന്റെ ഇക്വേഷൻ പറയാം. പ്രഷറിന്റെ വേരിയേഷൻ വെച്ചിട്ട് വേവിന്റെ ഇക്വേഷൻ പറയാം. അപ്പൊ രണ്ട് രീതിയിൽ പറയാം. ഒന്ന് y ഈക്വൽ ടു, അടുത്തത് ഡെൽറ്റ പി ഈക്വൽ ടു. ഇതിന്റെ രണ്ട് ഇക്വേഷൻസ് ആണ് എനിക്ക് കിട്ടേണ്ടത്. അപ്പോൾ y എന്ന് പറഞ്ഞാൽ എയർ മോളിക്യൂൾസിന്റെ ഡിസ്പ്ലേസ്മെന്റ് ആണെങ്കിൽ അതുവഴി ഉണ്ടാകുന്ന പ്രഷറിന്റെ വേരിയേഷൻ ആണ് ആര്? ഡെൽറ്റ പി കൊണ്ട്. രണ്ടും വേവിന്റെ ഇക്വേഷൻസ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. അപ്പൊ എനിക്ക് ഇവിടെ കിട്ടിയ കാര്യം എന്താണെന്നറിയോ? dy ബൈ ഡി എക്സ് ഇത് സ്ലോപ്പാണ്, ട്രാൻസ്വേഴ്സ് വേവ് ആണെങ്കിൽ dy ബൈ ഡി എക്സ് എന്ന് പറയുമ്പോൾ സ്ലോപ്പ് ആയിരിക്കും ഓഫ് ദ ഗ്രാഫ്. ഏത് വേവ് ആണെങ്കിൽ? ട്രാൻസ്വേഴ്സ് വേവ് ആണെങ്കിൽ. ഇവിടെ നമുക്ക് എന്താ വന്നത്? dy ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ അത് വോള്യം സ്ട്രെയിൻ ആണ് അല്ലേ? ഏതിന്റെ കേസിൽ? ലോഞ്ചിറ്റ്യൂഡിനൽ വേവിന്റെ കേസിൽ അത് വോള്യം സ്ട്രെയിൻ ആണ്. ഇനി നമുക്ക് ആവശ്യം സോളിഡ്സിലെ ബൾക്ക് മോഡുലസിന്റെ ഇക്വേഷൻ ആണ്. ബൾക്ക് മോഡുലസ് എന്ന് പറഞ്ഞാൽ മൈനസ് ഡെൽറ്റ പി ഡിവൈഡഡ് ബൈ ഡെൽറ്റ വി ബൈ വി ആണ്. ഈ മൈനസ് അടക്കം ഈ വോള്യം സ്ട്രെയിൻ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ നോക്കൂ, നമുക്ക് ബൾക്ക് മോഡുലസിന്റെ ഇക്വേഷൻ ഡെൽറ്റ പിയുടെ ഇക്വേഷൻ മൈനസ് ബി ഇൻറ്റു ഡെൽറ്റ വി ബൈ വി എന്ന് കിട്ടും. പക്ഷേ ആ ഡെൽറ്റ വി ബൈ വി എന്നുള്ളത് മൈനസ് ബി ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ y ഈക്വൽ ടു സാധാരണ നമ്മുടെ ഇക്വേഷൻ എ സൈൻ ഒമേഗ ടി മൈനസ് കെ എക്സ് ആണെങ്കിൽ നോക്കൂ, ഞാൻ ആ സൗണ്ട് വേവിന്റെ പാർട്ടിക്കിളിന്റെ ഡിസ്പ്ലേസ്മെന്റിന്റെ ഇക്വേഷൻ ഞാൻ എന്താ കൊടുത്തത്? എ സൈൻ ഒമേഗ ടി മൈനസ് കെ എക്സ് ആണ് കൊടുത്തതെങ്കിൽ പ്രഷർ വേവിന്റെ ഇക്വേഷൻ ഇനി കിട്ടാൻ പോവാണ്. ഞാൻ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നിങ്ങൾക്കറിയാം dy ബൈ ഡി എക്സ് എന്ന് പറയുമ്പോൾ എക്സിലാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്. മൈനസ് കെ ഇങ്ങോട്ട് വരും അല്ലേ? അപ്പൊ ആ മൈനസ് കെ വരുമ്പോൾ ഇവിടെ ഒരു മൈനസ് ഉണ്ടല്ലോ, അത് പ്ലസ് ആയി പോകും. അപ്പൊ ഡെൽറ്റ പിന്റെ ഇക്വേഷൻ എന്താ കിട്ടുക? ഡെൽറ്റ പി ഈക്വൽ ടു എ ഉണ്ടാവും ഇവിടെ, കെ ഉണ്ടാവും ഇവിടെ, ബി ഉണ്ട്. അപ്പൊ ബി എ കെ സൈനിൻ്റെത് കോസ് ഒമേഗ ടി മൈനസ് കെ എക്സ് എന്നാണ് കിട്ടുക. അപ്പൊ നോക്കൂ, ഈ ഇക്വേഷൻ ആരാ? സൗണ്ട് വേവിന്റെ പാർട്ടിക്കിളിന്റെ ഡിസ്പ്ലേസ്മെന്റിന്റെ വേരിയേഷൻ ആണെങ്കിൽ ഇത് പ്രഷർ വേരിയേഷന്റെ ഇക്വേഷൻ ആണ്. ഇതില് ഒന്ന് സൈൻ ആണെങ്കിൽ മറ്റൊന്നാരാ? കോസ് ആണ്.
അങ്ങനെയാണെങ്കിൽ ഇവരുടെ ഫേസ് ഡിഫറൻസ് വരുന്നത് π/2 ആയിരിക്കും. ഫേസ് ഡിഫറൻസ് π/2 ആണെന്ന് പറഞ്ഞാൽ സൈന് മാക്സിമം ആവുമ്പോൾ കോസ് മിനിമം ആയിരിക്കും. അപ്പോൾ ആ കാര്യമാണ് ആലോചിക്കേണ്ടത്. എന്തെന്ന് വെച്ചാൽ പാർട്ടിക്കിളിൻ്റെ ഡിസ്പ്ലേസ്മെന്റ് മാക്സിമം ആവുമ്പോൾ പ്രഷർ കുറവായിരിക്കും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നല്ല റിലാക്സ്ഡ് സ്റ്റേറ്റിലാണെങ്കിൽ പ്രഷർ കുറവായിരിക്കും. ഡിസ്പ്ലേസ്മെന്റ് കുറയുമ്പോൾ പ്രഷർ കൂടും. അതാണ് π/2ന്റെ ഫേസ് ഡിഫറൻസ് വരാൻ കാരണം. ഇതിലെ BAK ആണ് മാക്സിമം ചേഞ്ച് ഇൻ പ്രഷർ. ഡെൽറ്റ പി ഈക്വൽ ടു ഡെൽറ്റ P0 ഇൻറ്റു കോസ് ω t മൈനസ് KX എന്ന് പറയാം. അപ്പോൾ പാർട്ടിക്കിളിന്റെ ഡിസ്പ്ലേസ്മെന്റ് A ആണെങ്കിൽ മാക്സിമം പ്രഷർ വേരിയേഷൻ എത്രയാ? BAK ആണ്. അപ്പോൾ അതാണ് നമ്മൾ പ്രഷറിന്റെ കാര്യങ്ങളും കൂടെ അതിലറിയേണ്ടത്. ഇതാണ് സൗണ്ടിന്റെ വെലോസിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇനി ഇതിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കാം.